വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു കഷ്ണം പട്ട ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കളറ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിന് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോണോട് കൂടിയുള്ള ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ കളറൊന്ന് മാറി ഒരു വൈറ്റ് കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോയിൽ വെക്കുക. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോയിലായിരിക്കണം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.